ഗുഡ് മോർണിംഗ് ഓൾ. മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗമാണ്. ആ ക്ലാസ്സിൻ്റെ തന്നെ തുടർച്ചയാണ് ഈ ക്ലാസ്സും. ഇത് നമ്മൾ പഠിക്കുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് രസതന്ത്രം വരുന്ന പാർട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം ആരോഗ്യ പരിപാലനം, പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് രസതന്ത്രം വരുന്ന പാർട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. പിന്നെ കുറച്ച് അനുബന്ധ വിവരങ്ങളും കൂടി നോക്കി നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. കാരണം എക്സാമിന് അധികം സമയമില്ലാത്തതിനാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി ക്ലാസ് ഇവിടെ നിർത്താം. ഓക്കെ, തുടങ്ങാം. നമ്മുടെ ജീവിതചര്യയുടെ ഒരു പ്രധാന ഭാഗമായി ശുചിത്വം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ശുചിത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെയെല്ലാം രസതന്ത്രം പ്രയോജനപ്പെടുന്നുണ്ട്. രസതന്ത്രത്തിൻ്റെ ഫാക്ടേഴ്സ് കടന്നു വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോപ്പ്, അതുമായി ബന്ധപ്പെട്ട ഡിറ്റർജൻസ്, അത് ഇത് മറ്റു സാനിറ്റൈസർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക്. ഓക്കെ, അതിൽ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻസ് അതിനെ പറ്റിയൊക്കെയാണ്. അത് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം ആ ഒരു പാറ്റേണിൽ. ഓക്കെ, ബോർഡിൽ ശ്രദ്ധിക്കുക. എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. അപ്പോൾ എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്പീഡിലങ്ങ് പോകാം, വലിയ കാര്യങ്ങളില്ലല്ലോ, അതുകൊണ്ട് സ്പീഡിലങ്ങ് പറഞ്ഞു. സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സാപ്പോണിഫിക്കേഷൻ എന്നാണ്. സാപ്പോണിഫിക്കേഷൻ, അതിൽ തന്നെ ഉണ്ട് സാപ്പോണിഫിക്കേഷൻ, സാപ്പ്. ഓക്കെ, സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപോൽപ്പന്നം ഗ്ലിസറിൻ കാണിച്ചിട്ടുണ്ട്. ഗ്ലിസറിനാണ് സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലിസറിൻ. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ്. സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. എനിക്ക് അങ്ങ് ആലോചിച്ചാൽ മതി, കിട്ടും. ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലൊക്കെ ചോദിച്ചേക്കാം, സോപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനായിട്ട്. ഓക്കെ, കാരണം ഇപ്പോൾ അങ്ങനെയാണ് ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഓരോ രീതിയിൽ നമ്മൾ പാറ്റേണായിട്ട് പഠിച്ചു പോയാൽ നമുക്കത് പ്രയോജനപ്പെടും. നമ്മൾ ആദ്യം ആരോഗ്യ പരിപാലനം, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു പോകുന്ന മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ശുചിത്വം, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാനായി ഉപ്പ് ചേർക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സാൾട്ടിംഗ് ഔട്ട് എന്നാണ്. അപ്പോൾ സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കാൻ ഉപ്പ് ചേർക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സാൾട്ടിംഗ് ഔട്ട് എന്നാണ്. ഓക്കെ, വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ടോയ്ലറ്റ് സോപ്പുകളുടെ, അതായത് ബാത്ത് സോപ്പുകളുടെ നിർമ്മാണത്തിൽ കുളിക്കാൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡും, ടോയ്ലറ്റ് സോപ്പുകളുടെ, അതായത് കുളിക്കാൻ ബാത്ത് സോപ്പായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ്, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ സോപ്പിൻ്റെ ഗുണനിലവാരം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, അളക്കുന്നുണ്ട്. അതിനൊരു യൂണിറ്റ് ഉണ്ട്. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഒരു യൂണിറ്റ് ഉണ്ട്. അതാണ് TFM, അഥവാ ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM എന്നൊക്കെ സോപ്പിൻ്റെ കവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുറത്ത് കാണാം, അതിൻ്റെ സൈഡിൽ കാണാം TFM എത്രയാണെന്നുള്ളത്. സോപ്പിൻ്റെ ഗുണനിലവാരമാണ് അത് കാണിക്കുന്നത്. ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ടോട്ടൽ ഫാറ്റി മാറ്റർ. ഓക്കെ, മിക്കവാറും സോപ്പുകളിലെല്ലാം ആ TFM രേഖപ്പെടുത്തണമെന്നാണ് ആ യൂണിറ്റ്. ഓക്കെ, ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 76%. ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM ആണ് 76% എന്നുള്ളത് ISI മാനദണ്ഡം അനുസരിച്ച്. 2ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 70%. അപ്പോൾ 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ടത് 76%, 2ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ TFM 70%. നമ്മൾ സ്പീഡിലങ്ങ് പോകണമെന്നേ ഉള്ളൂ, കാരണം ഇത് കുറേ വിശദീകരിക്കാനുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ എന്താണ് ISI. അത് നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ കാണൂ. ഇതിലേതാണ് തെറ്റ്, ഇതിലേതാണ് ശരി എന്നൊക്കെ ചോദിച്ച് വരും. അപ്പോൾ അതാണ് ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി. ആ രീതിയിലാണ് ഇത് ക്ലാസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ,
രണ്ടാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ TFM 70%. മൂന്നാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 60%. മൂന്നാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറഞ്ഞാൽ 60%. മൂന്നാം ഗ്രേഡ്. രണ്ടാം ഗ്രേഡ് 70%. ഒന്നാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിനുണ്ടായിരിക്കേണ്ടത് TFM 76%. ഓക്കെ. ബേബി സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എണ്ണയാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഉപയോഗിച്ചാണ് ബേബി സോപ്പ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് സോപ്പിനെ പറ്റി പറയാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, സോപ്പ് ഉണ്ടാക്കുന്നതും സോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ജലവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം, സോപ്പിൻ്റെ ഉപയോഗങ്ങൾ. ഓക്കെ, അത് ഓരോ ടൈപ്പ് ജലങ്ങളുണ്ട്, ഓരോ ടൈപ്പ് ജലങ്ങൾ, അതിലേക്ക് പോകാം. നമുക്കത് ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. കഠിനജലം സോപ്പ് പതയാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ജലമാണ് കഠിനജലം. കാൽസ്യം സൾഫേറ്റിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാന്നിധ്യമാണ് സ്ഥിര കാഠിന്യത്തിന് കാരണം. കാൽസ്യം സൾഫേറ്റിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാന്നിധ്യമാണ് ഇത് ഈ സ്ഥിര കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത്. കഠിനജലം അത് സോപ്പ് പതയാൻ, നമുക്ക് ചില വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് പതയാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ സോപ്പ് അതിൽ പതയുന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ സാന്നിധ്യമാണ് കാൽസ്യം സൾഫേറ്റിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും. ഓക്കെ. മൃദുജലം സോപ്പ് നന്നായി പതയുന്ന ജലം, സാധാരണ ജലം, നമ്മൾ സോപ്പിട്ടപ്പോൾ നല്ലതായി പതഞ്ഞ് വരുന്ന ജലമാണ് മൃദുജലം. ഘനജലം ഇത് ഓരോ ജലത്തിൻ്റെയും സോപ്പിൻ്റെയും ഇതാണ് പ്രത്യേകതയാണ്. ചിലതിൽ പതയും, ചിലതിൽ സോപ്പ് പതയാതിരിക്കും, അങ്ങനെയുള്ള ഇത് ഘനജലം. അടുത്തത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഘനജലം. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നു. ഇത് കുറയ്ക്കാനായിട്ട് മറ്റും ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഘനജലം. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം നമ്മൾ പറഞ്ഞു, കഠിനജലത്തെ പറ്റി. സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡിറ്റർജൻറ്റുകൾ. അപ്പോൾ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡിറ്റർജൻറ്റുകൾ. ഡിറ്റർജൻറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വാഷ് ചെയ്യുമ്പോൾ മറ്റും ഡിറ്റർജൻറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ. അപ്പോൾ ആ കഠിനത കുറയ്ക്കും. ഡിറ്റർജൻറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കഠിനത കുറയ്ക്കുന്നത്. ആ രാസവസ്തുക്കൾ ഡിറ്റർജൻറ്റുകൾ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കിണറൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു, അതുപോലെ അഴുക്ക് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ബ്ലീച്ചിങ് പൗഡർ അത് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ജലശുദ്ധീകരണം തന്നെയാണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് അതിലെ. ഓക്കെ, അത് കാണിച്ചിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഘടകം. ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശ ഘടകമാണ് ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശ ഘടകമാണ് ക്ലോറിൻ. ഓക്കെ, അണുക്കളെ നശിപ്പിക്കുന്നു. ജലത്തിലെ അണുക്കളെ നശിപ്പിക്കാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്ന അണുനാശ ഘടകമാണ് ക്ലോറിൻ. ക്ലോറിനേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്, ജലം ക്ലോറിനേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടുതൽ ഉള്ളിലേക്ക് പോകേണ്ടി വരും. ഒരു കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ബ്ലീച്ചിങ് പൗഡർ, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് കാര്യങ്ങൾ, ഡിറ്റർജൻസ്, അത് ഇത് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ട്രൈക്ലോറോഈഥൈൻ. വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ട്രൈക്ലോറോഈഥൈൻ. വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ട്രൈക്ലോറോഈഥൈൻ. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ്. ഇതിവിടെ തീർന്നു. സോപ്പുകളെ പറ്റും ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായി നമ്മൾ പോകുന്നത് പ്ലാസ്റ്റിക്കുകൾ, റബ്ബറുകൾ, നൈലോണുകൾ, പട്ട്. കൂടുതലൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ, പഠിച്ചിരിക്കേണ്ടതായ കാര്യങ്ങൾ. പ്ലാസ്റ്റിക്കുകൾ, റബ്ബറുകൾ, നൈലോണുകൾ, പട്ട് എന്നിവയെ പറ്റി കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കാര്യം അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. പ്ലാസ്റ്റിക് ഒക്കെ എപ്പോഴും നമ്മൾ ഓരോ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ നൈലോൺ, റബ്ബർ, ഇതെല്ലാം. ഓക്കെ, ആദ്യം നമുക്ക് പ്ലാസ്റ്റിക്കുകളെ പറ്റി നോക്കാം. പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ ഞാൻ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലാതെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞല്ലോ, ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. ഇവ തെർമോപ്ലാസ്റ്റിക്കുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ആണ് തെർമോപ്ലാസ്റ്റിക്. ഉദാഹരണമായി പറയാവുന്നവ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമായി പറയാവുന്നവ. അപ്പോൾ ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നതാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. ഉദാഹരണമായി പറയുന്നത് പോളിത്തീൻ, PVC, പോളിസ്റ്റെറീൻ,
ഓക്കെ. പോളിത്തീൻ, PVC, പോളിസ്റ്റെറൈൻ, സ്റ്റെറീൻ അങ്ങനെ വായിക്കണം. ഓക്കെ. ത്രോട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതാ. ഓക്കെ. അതുപോലെ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൊതുവെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൊതുവെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൂടാകുമ്പോൾ രാസമാറ്റം എന്താ സംഭവിക്കുന്നത്? ഓക്കെ. ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റും ബേക്കലേറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ്, ബേക്കലേറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ് റൈസിനുകൾ എന്നിവ. ഓക്കെ. രാസമാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്. അടുത്ത പെറ്റ് ബോട്ടിലുകൾ. നമ്മൾ പെറ്റ് ബോട്ടിലുകൾ വാങ്ങിക്കാറുണ്ട്. പെറ്റ് ബോട്ടിലുകളിലെ പെറ്റിൻ്റെ പൂർണ്ണരൂപം, PET പെറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോളിയെഥിലീൻ ടെറിഫ്താലൈറ്റ് എന്നാണ്. പോളിയെഥിലീൻ ടെറിഫ്താലൈറ്റ് എന്നാണ്. അപ്പോൾ അത് ബോർഡിലും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോളിയെഥിലീൻ ടെറിഫ്താലൈറ്റ് എന്നാണ് പെറ്റ് ബോട്ടിൽ. അതുപോലെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൊന്ന് പെറ്റും, നമ്മൾ പറഞ്ഞു പെറ്റ്, പോളിയെഥിലീൻ ടെറിഫ്താലൈറ്റ്. 3 എന്നത് PVCയുമാണ്. PVC നമുക്കറിയാമല്ലോ, PVCയുമാണ്. അപ്പോൾ 1 പെറ്റും, PET പെറ്റും, 3 PVCയുമാണ്. പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൊന്ന് പെറ്റും, 3 PVCയുമാണ്. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അതുപോലെ നമ്മൾ ഇനി നോക്കുന്നത് പട്ട് നിർമ്മാണത്തിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. പട്ട്, അതും കുറച്ച് പ്രധാനമാണ്. കൃത്രിമ പട്ട് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോളിമർ റയോണാണ്. അപ്പോൾ കൃത്രിമ പട്ട് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോളിമർ എന്നത് റയോണാണ്. നൈലോൺ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ വാൽസ് ഹ്യൂം കാരത്തേഴ്സ് ആണ്. നൈലോൺ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ വാൽസ് ഹ്യൂം കാരത്തേഴ്സ് ആണ്. കൃത്രിമ പട്ട് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പോളിമർ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് റയോണ്. നൈലോൺ ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ വാൽസ് ഹ്യൂം കാരത്തേഴ്സ് ആണ്. ബേക്കലേറ്റ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ, ബേക്കലേറ്റ് നമ്മൾ പറഞ്ഞു അസിൻ്റെ, ബേക്കലേറ്റ് ഇപ്പോഴാണ് ഇത് വന്നത്. ബേക്കലേറ്റ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ലിയോ ബേക്ക്ലാൻഡ് ആണ്. പേര് തന്നെയുണ്ട്, ബേക്ക്ലാൻഡ്. ബേക്കലേറ്റ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോ ബേക്ക്ലാൻഡ്. ഓക്കെ. പ്രകൃതിദത്ത റബ്ബറിനെ സൾഫറുമായി ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. അപ്പോൾ പ്രകൃതിദത്ത റബ്ബറിനെ സൾഫറുമായി ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് രസതന്ത്ര ദൈനംദിന ജീവിതത്തിൽ ഇതൊക്കെ കുറച്ച് ഭാഗങ്ങൾ കൂടി നോക്കാം. അത് വരുന്ന ആ ഒരു പാർട്ട് വരുന്ന, കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലും അതെ, ഈ ക്ലാസ്സിലും അതെ, പ്രധാനപ്പെട്ട തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ എങ്ങനെ ചോദിക്കാം, ആ ഒരു രീതിയിലാണ് ക്ലാസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാം. ഓക്കെ, അങ്ങോട്ട് പോകാം. സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ ആൻറ്റിസെപ്റ്റിക് എന്നാണ് പറയുന്നത്. സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ ആൻറ്റിസെപ്റ്റിക് ക്രീം എന്നൊക്കെ കേട്ടില്ലേ, ആൻറ്റിസെപ്റ്റിക് ലോഷനുകൾ ഓരോന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊറോണ സമയത്ത് നമ്മൾ കുറേ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ്, കയ്യിലെ മറ്റുമൊക്കെ. അപ്പോൾ സ്ഥിരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ എവിടെ പോയാലും കയ്യിൽ സാനിറ്റൈസ് ചെയ്യും, ആൻറ്റിസെപ്റ്റിക് ക്രീം പുരട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. ജാമുകൾ, സ്ക്വാഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ജാമുകൾ, സ്ക്വാഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് അജിനോമോട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. അത് ഈ അജിനോമോട്ടോയുടെ ഉപയോഗമാണ്. ചില ഭക്ഷണ വസ്തുക്കളിലൊക്കെ ഒരു അജിനോമോട്ടോ ചേർക്കും. അതിൻ്റെ ശാസ്ത്രീയ നാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് രുചിയും മണവും കൂട്ടും ഇത്. ഓക്കെ. ഇനി നമുക്ക് ബാറ്ററികൾ അല്ലെ സെൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. മൊബൈൽ ബാറ്ററികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. സ്റ്റോറേജ് ബാറ്ററിയിലെ ആസിഡ് സൾഫ്യൂരിക് ആസിഡ് വാഹനത്തിലും മറ്റും. സ്റ്റോറേജ് ബാറ്ററിയിൽ വാഹനത്തിലൊക്കെയുള്ള സൾഫ്യൂരിക് ആസിഡാണ് അതിലുള്ളത്. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഡ്രൈ സെല്ലാണ്.
റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നത്. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലെ സെല്ലാണ് മെർക്കുറി സെൽ. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലെ സെല്ലാണ് മെർക്കുറി സെൽ. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. റീചാർജ് ഉപയോഗിക്കാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. അതുപോലെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലെ സെൽ ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെൽ ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ലിഥിയം അയോൺ സെല്ലാണ്. മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിഥിയം അയോൺ സെല്ലാണ്. അതുപോലെ കാഡ്മിയം, നിക്കൽ കാഡ്മിയവും അറിയാം. ഓക്കെ, അപ്പോൾ ഒരുപാടങ്ങ് ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. അറിയേണ്ടതായ കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ട രീതിയിൽ ആ ഒരു സ്ട്രക്ചറിലാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ സിലബസ് ടോപ്പിക്കുമായി കാണാം. സിലബസ് വേഗം തീർക്കണം, അതുകൊണ്ട് സിലബസ് ടോപ്പിക്കുമായി കാണാം. ഓക്കെ, പുതിയ സിലബസ് ടോപ്പിക്ക് എടുക്കാം. താങ്ക്സ്.